അമേരിക്കയിലെ ഒരു നഗരത്തിലെ ഒരു ചെറിയ കുടുംബത്തിൻ്റെ കഥ പറയാം. ആ കുടുംബത്തിൽ അച്ഛനും അമ്മയും അവർക്ക് വളരെ ചെറിയൊരു കുഞ്ഞും അതുപോലെ അവർ വളർത്തുന്ന ഒരു പട്ടിയും മാത്രമാണ് ഉണ്ടായിരുന്നത്. ആ പട്ടി ഒരല്പം അഗ്രസീവായിരുന്നൊരു പട്ടി ആയിരുന്നെങ്കിലും ആ കുടുംബത്തിന് ആ പട്ടി ഒരുപാടധികം ഇഷ്ടപ്പെട്ടിരുന്നു. ഒരു ദിവസം അച്ഛൻ ജോലിക്ക് പോവുകയും അതുപോലെ അമ്മ കടയിൽ സാധനം വാങ്ങാൻ വേണ്ടി പോവുകയും ചെയ്തു. വീട്ടിൽ ആ പട്ടിയും കുഞ്ഞും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. തിരിച്ചു വന്ന സമയത്ത് അമ്മ കാണുന്നത് വീട് മുഴുവൻ രക്തപങ്കിലമായി കിടക്കുന്നതാണ്. മാത്രമല്ല പട്ടിയുടെ വായിലും രക്തമുണ്ടായിരുന്നു. ഇത് കണ്ടപ്പോൾ അമ്മ ശരിക്കും നടുങ്ങിപ്പോയി. വീട്ടിൽ ആരുമില്ലാത്ത സമയമായിരുന്നുകൊണ്ട് തനിക്ക് വിശന്നപ്പോൾ പട്ടി തൻ്റെ സ്വന്തം കുഞ്ഞിനെ കടിച്ചു കൊല്ലാൻ വേണ്ടി ശ്രമിച്ചു എന്ന് അമ്മയ്ക്ക് തോന്നി. അമ്മ കയ്യിൽ കിട്ടിയ ഒരു വടിയെടുത്ത് പട്ടിയെ തല്ലിക്കൊന്നു. അതിനുശേഷം അവർ നേരെ തൻ്റെ കുഞ്ഞിൻ്റെ മുറിയിലേക്ക് പോയപ്പോൾ കണ്ടത് ഒരു പ്രശ്നവും കൂടാതെ കിടന്നുറങ്ങുന്ന കുഞ്ഞിനെയും അതിനടുത്ത് ഒരു പാമ്പിനെയുമായിരുന്നു. വളരെ വിഷമുള്ള ഒരു സർപ്പമായിരുന്നു അത്. എന്നാൽ അത് ചത്തുകിടക്കുകയായിരുന്നു. പട്ടി കടിച്ച് അതിനെ കൊന്നതുകൊണ്ട് തന്നെ ആ മുറിയിലൊക്കെ രക്തം കാണാമായിരുന്നു. ഇത് വെറും ഒരു കഥയാണ്. എന്നാൽ യഥാർത്ഥ ജീവിതത്തിലും ഇങ്ങനെയൊക്കെ പലപ്പോഴും സംഭവിച്ചതായി നമ്മൾ പത്രത്തിലൊക്കെ വായിച്ചു കാണും. അതായത് സത്യാവസ്ഥ എന്തെന്ന് മനസ്സിലാക്കുന്നതിന് മുൻപ് തന്നെ വികാരങ്ങൾക്ക് അടിമപ്പെട്ടുകൊണ്ട് പല തീരുമാനങ്ങൾ എടുക്കുന്നവരാണ് മനുഷ്യർ. അവർ ഇത്തരത്തിലുള്ള വികാര വിക്ഷോഭങ്ങളാൽ പലതരം കാട്ടിക്കൂട്ടലുകൾ കാണിക്കുകയും എന്നാൽ പിന്നീട് സത്യം മനസ്സിലാക്കുമ്പോൾ തങ്ങൾ ചെയ്ത പ്രവർത്തികളൊന്നും തന്നെ ശരിയായിരുന്നില്ല എന്നും അതെല്ലാം തന്നെ വികാരങ്ങൾക്ക് അടിമപ്പെട്ടുകൊണ്ട് ചെയ്തതാണെന്നും മനസ്സിലാക്കുന്നു. എന്നാൽ അവർ ചെയ്തതൊന്നും തന്നെ അവർക്ക് ഇനി തിരുത്താൻ സാധിക്കില്ല. കാരണം അവർ ഇമോഷണൽ ആയപ്പോൾ ചെയ്ത തെറ്റുകൾ ഒന്നും തന്നെ പിന്നീട് ശരിയാക്കാൻ സാധിക്കുകയില്ല. ദേഷ്യം വരുമ്പോൾ കയ്യിൽ കിട്ടിയത് എന്തും എടുത്തെറിഞ്ഞ് പൊട്ടിക്കുന്ന സ്വഭാവമുള്ള ആളുകൾ കുറച്ചു നേരം കഴിഞ്ഞതിന് ശേഷം ആ പൊട്ടിച്ച സാധനത്തെ തിരിച്ച് ശരിയാക്കാൻ സാധിക്കുമോ എന്ന് ആലോചിച്ചു നോക്കുക. ഒരിക്കലും മനുഷ്യന് തൻ്റെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കാറില്ല. പ്രത്യേകിച്ചും ദേഷ്യം അല്ലെങ്കിൽ ഒരുപാട് സന്തോഷമൊക്കെ വരുന്ന സമയത്ത് മനുഷ്യൻ ചെയ്തു കൂട്ടുന്ന പ്രവർത്തികളെല്ലാം തന്നെ വളരെ ഇർറാഷണൽ അഥവാ യുക്തിപരമല്ലാതെ പോകുന്നു. ഇതിനെയാണ് ലോ ഓഫ് ഇർറാഷണാലിറ്റി എന്ന് വിളിക്കുന്നത്. ഇതുപോലെ മനുഷ്യർക്ക് കോമൺ ആയിട്ട് കാണുന്ന പല ലോസ് ഓഫ് ഹ്യൂമൻ നേച്ചേഴ്സ് ഉണ്ട്. അതിനെപ്പറ്റിയാണ് റോബർട്ട് ഗ്രീൻ തൻ്റെ ദി ലോസ് ഓഫ് ഹ്യൂമൻ നേച്ചർ എന്ന പുസ്തകത്തിൽ എഴുതിയിട്ടുള്ളത്. അതിലെ പ്രധാനപ്പെട്ട ഒരു നിയമമാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത ലോ ഓഫ് ഇറാഷണാലിറ്റി. റോബർട്ട് ഗ്രീൻ എഴുതിയിട്ടുള്ള ദി ലോസ് ഓഫ് ഹ്യൂമൻ നേച്ചർ എന്ന പുസ്തകത്തിൽ ഇത്തരത്തിൽ ഒരുപാടധികം ലോസിനെ പറ്റി സംസാരിക്കുന്നുണ്ട്. മനുഷ്യൻ്റെ പ്രകൃതമനുസരിച്ച് ജീവിതത്തിൽ നമുക്ക് ഒരുപാടധികം ഉപകാരപ്പെടാവുന്ന നമ്മൾ ഉപയോഗിക്കേണ്ടുന്ന പല ലോസുമാണ് ഇദ്ദേഹം ഈ പുസ്തകത്തിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഈ പുസ്തകത്തിൻ്റെ ഓഡിയോ ബുക്ക് വേർഷൻ മലയാളത്തിൽ ലഭിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ടൈം ഫോർ ഗ്രേറ്റ്നസ് ആപ്പിലൂടെ നിങ്ങൾക്ക് ആ ഓഡിയോ ബുക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. മാത്രമല്ല നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് എക്സ്ക്ലൂസീവായിട്ട് അടുത്ത 72 മണിക്കൂറിലേക്ക് ഒരു കോംബോ ഓഫറും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. റോബർട്ട് ഗ്രീനിൻ്റെ ദി ലോസ് ഓഫ് ഹ്യൂമൻ നേച്ചർ എന്ന പുസ്തകത്തിന് പുറമെ ഗാരി ചാപ്മാൻ എഴുതിയിട്ടുള്ള ദി 5 ലവ് ലാംഗ്വേജസ്, അതുപോലെ ടിം ഫെറിസ് എഴുതിയിട്ടുള്ള ദി 4 Hour വർക്ക് വീക്ക് എന്നീ പുസ്തകങ്ങളും വളരെ ആകർഷകമായ ഒരു കോംബോയായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നു. ലോകത്തിലെ തന്നെ ബെസ്റ്റ് സെല്ലിംഗ് ആയിട്ടുള്ള ഈ 3 പുസ്തകങ്ങളും മലയാളത്തിൽ ഓഡിയോ ബുക്ക് വേർഷനായിട്ട് വെറും 499 രൂപയ്ക്ക് നമുക്ക് ലഭിക്കുകയാണ്. അടുത്ത 72 മണിക്കൂറിനുള്ളിൽ ഈ കോംബോ ഓഫർ നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ്. പ്രണയത്തെപ്പറ്റിയും പ്രണയബന്ധങ്ങളെപ്പറ്റിയും വിവാഹത്തിന് മുൻപും പിൻപും ജീവിതത്തിൽ പ്രണയബന്ധങ്ങൾ എങ്ങനെയൊക്കെ ഉണ്ടാവുന്നു, സ്ത്രീ ആയാലും പുരുഷനായാലും പ്രണയബന്ധത്തിൽ എങ്ങനെയൊക്കെ പെരുമാറുന്നു, എങ്ങനെയൊക്കെ പെരുമാറേണ്ടതുണ്ട് എന്നിങ്ങനെ ഒരുപാടധികം കാര്യങ്ങൾ 5 ലവ് ലാംഗ്വേജസ് എന്ന പുസ്തകത്തിൽ നിന്നും നമുക്ക് പഠിക്കാൻ സാധിക്കും. വിവാഹം കഴിഞ്ഞവർക്കും വിവാഹം കഴിക്കാൻ പോകുന്നവർക്കും ജീവിതത്തിൽ ഇതുവരെ പ്രണയിച്ചിട്ടില്ലാത്തവർക്കും എന്നാൽ ഭാവിയിൽ പ്രണയിക്കാൻ ആഗ്രഹമുള്ളവർക്കും ഇപ്പോൾ നിലവിൽ പ്രണയബന്ധങ്ങളിലുള്ളവർക്കും ഒക്കെ ഒരുപോലെ വായിക്കാൻ സാധിക്കുന്ന ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന ഒരു പുസ്തകമാണ് ഗാരി ചാപ്മാൻ്റെ ദി 5 ലവ് ലാംഗ്വേജസ്. അതുപോലെ ജീവിതത്തിൽ സാമ്പത്തിക വിജയം ആഗ്രഹിക്കുന്ന, ഉന്നമനം ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അവരുടെ 9 to 5 ജോലിയിൽ നിന്നും മുക്തി നേടിക്കൊണ്ട് എങ്ങനെ വിജയിക്കാം, സാമ്പത്തികമായി ഉന്നമനം നേടിയെടുക്കാൻ സാധിക്കും എന്നതിനെപ്പറ്റി സംസാരിക്കുന്ന പുസ്തകമാണ് ദി 4 Hour വർക്ക് വീക്ക്. ഈ 3 ബെസ്റ്റ് സെല്ലിംഗ് പുസ്തകങ്ങളുടെയും മലയാളം പരിഭാഷ പലതും ഇതുവരെ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടില്ല. മാത്രമല്ല
ഈ പുസ്തകങ്ങളുടെ ഓരോന്നിൻ്റെയും ഇംഗ്ലീഷ് കോപ്പികളുടെ വില പോലും 500 രൂപയിൽ കൂടുതലാണ്. എന്നാൽ വെറും 499 രൂപയ്ക്ക് ഈ 3 പുസ്തകങ്ങളുടെയും മലയാളം ഓഡിയോ വേർഷൻ ടൈം ഫോർ ഗ്രേറ്റ്നെസ്സിൻ്റെ ആപ്പിൽ അവൈലബിൾ ആണ്. ഇതുവരെയായിട്ടും ടൈം ഫോർ ഗ്രേറ്റ്നെസ്സിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടില്ല എങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് ഉപയോഗിച്ച് ആ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അതിനുശേഷം കോംബോ ഓഫേഴ്സിൽ പോയിട്ട് ഈ ഓഫർ പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഓർക്കുക, വെറും 72 മണിക്കൂറുകൾ മാത്രമാണ് ഈ കോംബോ ഓഫർ നിലനിൽക്കുന്നത്. അതുകൊണ്ട് വെറും 499 രൂപയ്ക്ക് ഈ പുസ്തകങ്ങളൊക്കെ ലഭ്യമാക്കണമെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ആപ്പ് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം പർച്ചേസ് ചെയ്യുക. അതുപോലെ തന്നെ അദ്ദേഹം ഡിസ്കസ് ചെയ്തിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ലോ ആണ് ദി ലോ ഓഫ് റോൾ പ്ലേയിങ്. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ജാപ്പനീസ് പ്രോവർബ് ഉണ്ട്. അതായത് ഒരു വ്യക്തിക്ക് 3 മുഖങ്ങളുണ്ട് എന്നതാണ്. അതായത് 3 മുഖങ്ങൾ എന്ന് പറയുമ്പോൾ ആദ്യത്തേത് അയാൾ ലോകത്തെ കാണിക്കുന്ന ഒരു മുഖമാണ്. രണ്ടാമത്തേത് അയാളുടെ സുഹൃത്തുക്കളുടെ ഇടയിൽ അല്ലെങ്കിൽ അയാളുടെ ഉറ്റവരുടെ ഇടയിൽ കാണിക്കുന്ന ഒരു മുഖമാണ്. മൂന്നാമത്തേത് എന്ന് പറയുന്നത് അയാൾക്ക് മാത്രം കാണിക്കുന്ന ഒരു മുഖമാണ്. ഇതിനർത്ഥം മനുഷ്യർക്ക് 3 തരത്തിലുള്ള വ്യക്തിത്വങ്ങളുണ്ട് എന്നുള്ളത് തന്നെയാണ്. എല്ലാവർക്കും ഇത്തരത്തിൽ 3 തരത്തിലുള്ള ഒരു വ്യക്തിത്വമുണ്ട്. ഒന്ന് വളരെ സോഷ്യലായിട്ട് ലോകത്തിന് മുഴുവൻ അറിയുന്ന ഒരു വ്യക്തിത്വമായിരിക്കും. രണ്ടാമത്തേത് വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു സർക്കിൾ, അതായത് സുഹൃത്തുക്കളോ അല്ലെങ്കിൽ ബന്ധുക്കളോ ഒക്കെ അറിയുന്ന ഒരു മുഖം. മൂന്നാമത്തേത് അവനവന് മാത്രം അറിയുന്ന വളരെ സെൽഫായിട്ടുള്ള ഒരു മുഖം. ഇൻ്റർനെറ്റിൻ്റെയും സോഷ്യൽ മീഡിയയുടെയും ഈ കാലഘട്ടത്തിൽ വളരെയധികം പ്രസക്തമായിട്ടുള്ള ഒരു ലോ തന്നെയാണ് ലോ ഓഫ് റോൾ പ്ലേയിങ് എന്ന് പറയുന്നത്. നമ്മൾ ഇൻ്റർനെറ്റിലും സോഷ്യൽ മീഡിയയിലുമൊക്കെ ലോകത്തിന് കാണിച്ചു കൊടുക്കുന്ന നമ്മുടെ മുഖം എന്ന് പറയുന്നത് നമ്മുടെ യഥാർത്ഥ മുഖം തന്നെയാണോ? ഉദാഹരണത്തിന് സെലിബ്രിറ്റീസ് ആയാലും അല്ല നമ്മളെപ്പോലുള്ള സാധാരണക്കാരായാലും പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ വളരെ ഹാപ്പി ആയിട്ടും നല്ല കാര്യങ്ങൾ മാത്രം ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകളായിരിക്കും. എന്നാൽ യഥാർത്ഥ ലൈഫിൽ സെലിബ്രിറ്റീസ് ആയാലും നമ്മളായാലും ഒക്കെ ഇത്രയും അധികം ഹാപ്പി ആണോ എന്ന് ആലോചിക്കുക. നമ്മൾ ജീവിതത്തിൽ നേരിടുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ റിയാലിറ്റിയെ നമ്മൾ ആ രീതിയിൽ തന്നെയാണോ സോഷ്യൽ മീഡിയയിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നത്? ചിലപ്പോൾ വളരെയധികം മാനസികമായി തകർന്നിരിക്കുന്ന സമയത്താണെങ്കിൽ പോലും നമ്മൾ സോഷ്യലി ഇൻ്ററാക്റ്റ് ചെയ്യുന്ന സമയത്ത് അതൊരിക്കലും പുറത്ത് കാണിക്കാറില്ല. അത് മറ്റുള്ളവർ അറിയാതിരിക്കാൻ വേണ്ടി പരമാവധി ചിരിച്ച മുഖത്തോടു കൂടി മാത്രമേ നമ്മൾ ആളുകളുമായിട്ട് ഇൻ്ററാക്റ്റ് ചെയ്യാറുള്ളൂ. അത് സാധാരണക്കാരും സെലിബ്രിറ്റീസും ഒക്കെ അങ്ങനെ തന്നെയാണ്. സോഷ്യൽ മീഡിയയിലും അതുപോലെ സോഷ്യൽ ലൈഫിലുമൊക്കെ നമ്മൾ നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള സെൽഫിനെ ആയിരിക്കും മറ്റുള്ളവരുടെ മുന്നിൽ പ്രദർശിപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ ഒരുപാടധികം ഇൻസെക്യൂരിറ്റീസും വൾനറബിലിറ്റീസും ഒക്കെ ഉള്ള ഒരു പേഴ്സണാലിറ്റി ആയിരിക്കാം നമ്മുടേത്. എന്നാൽ നമ്മൾ വളരെയധികം കോൺഫിഡൻ്റ് ആയിട്ട് ഇല്ലാത്ത കോൺഫിഡൻസ് പോലും ഫേക്ക് ചെയ്തുകൊണ്ടൊക്കെ ആയിരിക്കും മറ്റുള്ളവരുമായി ഇൻ്ററാക്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആളുകളുമായി ഇടപഴകാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഇത്തരത്തിലുള്ള പല റോളുകൾ നമ്മൾ പ്ലേ ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് ഈ ഒരു ഹ്യൂമൻ നേച്ചറിനെ നമ്മൾ ദ ലോ ഓഫ് റോൾ പ്ലേയിങ് എന്ന് വിളിക്കുന്നത്. മൂന്നാമത്തേത് ദി ലോ ഓഫ് കമ്പൽസീവ് ബിഹേവിയർ ആണ്. പലപ്പോഴും നമ്മൾ ആളുകളുമായി ഇടപഴകുന്ന സമയത്ത് അവരുടെ സമൂഹത്തിലുള്ള വില, റെപ്യൂട്ടേഷൻ അല്ലെങ്കിൽ അവരുടെ ക്വാളിഫിക്കേഷൻസ്, അവർ ലൈഫിൽ നേടിയിട്ടുള്ള അച്ചീവ്മെൻറ്റ്സ്, അവരുടെ സ്കിൽസ്, ഇങ്ങനെ ഒരുപാടധികം മാനദണ്ഡങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടായിരിക്കും നമ്മൾ അത്തരം ആൾക്കാരുമായിട്ട് ഇടപഴകുന്നത്. നമ്മളൊരു ബിസിനസ്സിലോ അല്ലെങ്കിൽ ഇതുപോലുള്ള എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യം ചെയ്യുന്ന സമയത്ത് നമ്മൾ നോക്കുന്നത് അവരുടെ ഇത്തരത്തിലുള്ള ക്വാളിറ്റീസ് മാത്രമായിരിക്കും. എന്നാൽ അവരുമായി നല്ല രീതിയിൽ അടുത്തിടപഴകി വർക്ക് ചെയ്യുന്നതിന് ശേഷം മാത്രമേ നമുക്ക് അവരുടെ പല കാര്യങ്ങളും, അവരുടെ ക്യാരക്ടർ ആയിക്കോട്ടെ, അവരുടെ മോശമായിട്ടുള്ള വശങ്ങളായിക്കോട്ടെ, ഒരുപാടധികം കാര്യങ്ങൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. പലതരത്തിലുള്ള ആളുകളുമായി നമ്മൾ ഇടപഴകുമ്പോൾ നമ്മൾ കരുതുന്നത് അവരെല്ലാവരും നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ തന്നെ ആയിരിക്കും, നമുക്ക് അവരെ പറ്റി മനസ്സിലുള്ള ഒരു ഇമേജ് ഉണ്ടായിരിക്കും, ആ രീതിയിൽ തന്നെ ആയിരിക്കും അവർ എന്നൊരു ധാരണ നമുക്കുണ്ടാവും. എന്നാൽ കൂടുതൽ അടുത്ത് ഇടപഴകുമ്പോൾ മാത്രമേ നമ്മൾ ഇത്രയും നാൾ അറിയാത്ത ഒരു വശം അവർക്കുണ്ടെന്ന് നമുക്ക് മനസ്സിലാവുകയുള്ളൂ. ഉദാഹരണത്തിന് വളരെയധികം അടുത്തിടപഴകിയാൽ മാത്രമേ ചില ആളുകൾ ഹൈപ്പർ പെർഫെക്ഷനിസ്റ്റ് ആണെന്ന് നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അതായത് അറ്റ്മോസ്റ്റ് പെർഫെക്ഷൻ, എന്ത് കാര്യത്തിലും അത്രമേൽ കൃത്യതയും പെർഫെക്ഷനിസവും അവർ നിർബന്ധം പിടിക്കുകയാണ്. അത് ചിലപ്പോൾ ഒട്ടും തന്നെ പോസിബിൾ ആയിരിക്കണമെന്നില്ല, എങ്കിൽ പോലും അവർക്ക് അത്തരം കാര്യങ്ങളിൽ വല്ലാത്ത ഒരു നിർബന്ധമുണ്ടായിരിക്കും. ഇത്തരം ആളുകളുമായി വർക്ക് ചെയ്യാനും വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ ചില ആൾക്കാർ റിബൽസ് ആയിരിക്കും. നമ്മൾ എന്ത് പറഞ്ഞാലും അതിനെ ഒപ്പോസ് ചെയ്യാൻ മാത്രം
സംസാരിക്കുന്ന ആളുകളുണ്ടായിരിക്കും. അതുപോലെ ചില ആളുകൾ പേഴ്സണലൈസേഴ്സ് ആയിരിക്കും. അതായത് എന്ത് കാര്യത്തെയും വളരെയധികം പേഴ്സണലായി എടുത്തുകൊണ്ട് തൻ്റെ കാഴ്ചപ്പാടിൽ മാത്രം മറ്റുള്ളവരെ കാണുക എന്നുള്ള രീതിയിൽ, മറ്റുള്ളവരെ ഒട്ടും തന്നെ മനസ്സിലാക്കാതെ തൻ്റെ ഭാഗം മാത്രമാണ് ശരി എന്ന രീതിയിൽ കാര്യങ്ങളെ അവതരിപ്പിക്കുന്ന ആളുകളുമുണ്ട്. അതുപോലെ മറ്റു ചില ആളുകളാവട്ടെ വളരെയധികം ഡ്രമാറ്റിക് ആയിരിക്കും. അവർ ചെയ്യുന്ന എന്ത് കാര്യങ്ങൾക്കും, അവർ സംസാരിക്കുന്ന വാക്കുകളിൽ പോലും അതിനാടകീയത നിഴലിച്ച് നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇത്തരം ആളുകളുമായിട്ടും നമുക്ക് നല്ല രീതിയിൽ ഇടപഴകാൻ സാധിക്കാതെ പോകുന്നു. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ആരുടെ കൂടെ ഇടപഴകുന്നു എന്നത് വളരെ കൃത്യമായും ആലോചിച്ചും മാത്രം എടുക്കേണ്ട ഒരു തീരുമാനമാണ്. അവരുടെ റെപ്യൂട്ടേഷനോ അവരുടെ സമൂഹത്തിലുള്ള വിലയോ അല്ലെങ്കിൽ ക്വാളിഫിക്കേഷനോ ഒന്നും അനുസരിച്ചാവരുത്. അവരുടെ വ്യക്തിത്വം എന്തെന്ന് കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ ഇത്തരം ആളുകളുമായിട്ട് ഇടപഴകാൻ പാടുള്ളൂ. അടുത്തത് ലോ ഓഫ് കോവറ്റസ്നെസ് ആണ്. അതായത് നമ്മളൊരാളോട് ലൈഫിൽ എന്ത് നേടാനാണ് ആഗ്രഹിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അവർ പല കാര്യങ്ങളും പറയാൻ സാധ്യതയുണ്ട്. ചിലർക്കത് പണമായിരിക്കാം, ചിലർക്കത് പദവിയായിരിക്കാം, ചിലർക്കത് നല്ലൊരു ജോലിയായിരിക്കാം, ചിലർക്ക് വളരെ അത്യാഡംബരമായ ഒരു വീടും കാറും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക. ആദ്യം ചോദിച്ച ചോദ്യമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എന്ത് നേടാനാണ് ആഗ്രഹം എന്നാണ് ചോദിച്ചത്. അതിന് ഉത്തരം പറഞ്ഞ ആളുകളെല്ലാം തന്നെ ലൈഫിൽ എന്തോ നേടാൻ വേണ്ടിയാണ് ജീവിക്കുന്നത് എന്ന അർത്ഥത്തിൽ തന്നെയാണ് ഉത്തരവും പറയുന്നത്. അതിനർത്ഥം നമ്മളെല്ലാവരും ലൈഫ് ജീവിക്കുന്നത് എന്തൊക്കെയോ നേടാൻ വേണ്ടിയിട്ടാണ്. പലപ്പോഴും ഇത് മെറ്റീരിയൽ ആയിട്ടുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ വസ്തുക്കൾ ഒക്കെ ആവാനാണ് സാധ്യത. ഇത്തരത്തിലുള്ള മെറ്റീരിയൽ പൊസഷൻസ് നേടിയെടുക്കുക എന്നതാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് തന്നെ. പലപ്പോഴും മനുഷ്യൻ ഇത്തരത്തിൽ പണത്തിൻ്റെ പുറകെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വസ്തുവിൻ്റെ പുറകെയോ ഒക്കെ എപ്പോഴും ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. ഉദാഹരണത്തിന്, ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളോടാണ് നമ്മൾ ഈ ചോദ്യം ചോദിക്കുന്നതെങ്കിൽ അവർ പറയുന്ന ഉത്തരം ഒരു ജോലി എന്നതായിരിക്കും. ഈ ജോലി എന്നതുകൊണ്ട് അവരുദ്ദേശിക്കുന്നത് കുറേ പണം ഉണ്ടാക്കുക എന്നതാവാനാണ് സാധ്യത. ഇനി പണമുള്ള ഒരാളോടാണ് ഈ ചോദ്യം ചോദിക്കുന്നതെങ്കിൽ അവർ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ഒരു വസ്തു സ്വന്തമാക്കുക എന്നതായിരിക്കാം. ഉദാഹരണത്തിന്, കാറുകൾ ഇഷ്ടമുള്ള ഒരാളാണെങ്കിൽ തൻ്റെ ഡ്രീം കാർ സ്വന്തമാക്കാൻ വേണ്ടിയായിരിക്കും അയാൾ ആ പണം ഉപയോഗിക്കുക. എന്നാൽ ഈ ഡ്രീം കാർ സ്വന്തമാക്കിയതിന് ശേഷവും അയാളുടെ ആഗ്രഹം അവിടം കൊണ്ട് അടങ്ങുന്നില്ല. വീണ്ടും പല കാര്യങ്ങളും സ്വന്തമാക്കാൻ വേണ്ടി അയാൾ കൂടുതൽ പണം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നു. ചിലപ്പോൾ അയാളുടെ ഡ്രീം കാർ സങ്കല്പം തന്നെ മാറി അതിലും വിലപിടിപ്പുള്ള മറ്റൊരു കാർ സ്വന്തമാക്കാൻ വേണ്ടിയായിരിക്കും അയാൾ പിന്നീട് ശ്രമിക്കുക. ഇത്തരത്തിൽ നമ്മൾക്കെല്ലാവർക്കും തന്നെ അത്യാഗ്രഹങ്ങൾ അല്ല എങ്കിൽ മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യങ്ങളോടുള്ള അമിതമായ ആസക്തി ഉണ്ടാവുന്നുണ്ട്. ഇതിനെ വ്യക്തമായി നമുക്ക് ബിസിനസ്സിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഉദാഹരണത്തിന്, ചില കമ്പനികൾ വളരെ ലിമിറ്റഡ് എഡിഷൻ എന്ന് പറഞ്ഞുകൊണ്ട് പല കാര്യങ്ങളും മാർക്കറ്റിൽ ഇറക്കുന്ന സമയത്ത് അത് വളരെ പെട്ടെന്ന് വിറ്റുപോകുന്നതിൻ്റെ കാരണം അത് സ്വന്തമാക്കാൻ വേണ്ടി ആസക്തിയുള്ള ഒരുപാടധികം മനുഷ്യർ നമ്മുടെ ഇടയിൽ ഉണ്ട് എന്നതുകൊണ്ട് തന്നെയാണ്. ഇത് മനുഷ്യ സ്വഭാവത്തിൻ്റെ വളരെ ബേസിക് ആയിട്ടുള്ള ഒരു സവിശേഷതയാണ്. ഇതിനെയാണ് ലോ ഓഫ് കോവറ്റ്നെസ്നെസ് എന്ന് പറയുന്നത്. അടുത്തത് ലോ ഓഫ് ഡിഫെൻസീവ്നെസ് ആണ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഒരുപാടധികം ഹാർഡ്ഷിപ്സ് അല്ലെങ്കിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ അതിനെയൊക്കെ കംപ്ലയിൻറ്റ് ചെയ്യാറുണ്ട്. മാത്രമല്ല, ആളുകളെല്ലാം തന്നെ ഇത്തരത്തിൽ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നത് കൊണ്ട് തന്നെ തങ്ങളുടെ ജീവിതമാണ് ഏറ്റവും കഠിനതരം, നമ്മൾ മാത്രമാണ് പ്രശ്നങ്ങൾ നേരിടുന്നത് എന്നൊരു കാഴ്ചപ്പാട് വെച്ച് പുലർത്താറുണ്ട്. മറ്റുള്ളവരെ മനസ്സിലാക്കാനോ അവരോട് നല്ല രീതിയിൽ പെരുമാറാനോ ഒക്കെ ഇത്തരം ആളുകൾ മറന്നു പോകുന്നു. ലോ ഓഫ് ഡിഫെൻസീവ്നെസ് പറയുന്നത് ഇത്തരത്തിൽ ഡിഫെൻസീവായി പെരുമാറുന്ന ആളുകൾ ചെറിയ കാര്യങ്ങളിൽ പോലും ഒഫൻഡഡ് ആവുകയും അതുമാത്രമല്ല അവർ മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നു എന്നതാണ്. ഇതിനർത്ഥം മറ്റുള്ളവരാരും പ്രശ്നങ്ങൾ നേരിടുന്നില്ല എന്നതല്ല. എന്നാൽ നമ്മൾ അത് തിരിച്ചറിയുന്നില്ല. നമ്മൾ അവരുടെ ഭാഗത്തു നിന്നും ചിന്തിക്കാതെ വളരെ സെൽഫിഷായിട്ടും അല്ല എങ്കിൽ വളരെ ഇടുങ്ങിയ ചിന്താഗതിയോടുകൂടി നമ്മുടെ കാര്യങ്ങൾ മാത്രം ചിന്തിക്കുകയും നമ്മൾ നേരിടുന്ന ചെറിയ പ്രശ്നങ്ങളിൽ പോലും തകർന്നു പോവുകയും ചെയ്യുന്നു എന്നതാണ്. മാനസികമായി നമുക്ക് അതിനെ നേരിടാനുള്ള കരുത്ത് ഇല്ല എന്നതുകൊണ്ടാണ് ഇത്തരത്തിൽ ഉള്ള പെരുമാറ്റങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നത്. ഇതിനെ മറികടക്കണമെങ്കിൽ നമ്മൾ എല്ലാവരുമായി നല്ല രീതിയിലുള്ള സഹാനുഭൂതിയോടെ പെരുമാറാൻ വേണ്ടി ശ്രമിക്കുക. നമ്മളെപ്പോലെ തന്നെ പ്രശ്നങ്ങൾ എല്ലാവർക്കും ഉണ്ട് എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് അവരോട് പെരുമാറുന്ന സമയത്ത് സമഭാവനയോടുകൂടി പെരുമാറാൻ വേണ്ടി ശ്രമിക്കുക. അടുത്തത് ദി ലോ ഓഫ് സെൽഫ് സാബോട്ടാജ്.
നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങൾ കാരണം നമുക്ക് നമ്മളോട് തന്നെ ഒരു തരത്തിലുള്ള വെറുപ്പും അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും നമ്മളെ തന്നെ കംപ്ലയിൻറ്റ് ചെയ്യാനൊക്കെ തുടങ്ങുമ്പോഴാണ് നമ്മൾ ഒരു സെൽഫ് സാബോട്ടാജ് മോഡിലേക്ക് പോകുന്നത്. ഇത്തരത്തിൽ നമ്മളെ തന്നെ ഹാം ചെയ്യുന്ന രീതിയിലുള്ള ചിന്തകൾ കൊണ്ടുവരികയും മാത്രമല്ല നമ്മളെ തന്നെ ഹാം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്നത് തീർച്ചയായിട്ടും വളരെയധികം ഹാനികരമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇത്തരത്തിലുള്ള പ്രവണതകളുള്ള ആളുകൾ നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ട്. എന്നാൽ ഇത് ഒട്ടും തന്നെ ആരോഗ്യകരമല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ലൈഫിനെ കുറച്ചുകൂടി പോസിറ്റീവായിട്ടൊക്കെ കാണാൻ വേണ്ടി ശ്രമിക്കുക. എല്ലാവരുടെ ജീവിതത്തിലും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കും. എന്നാൽ അതിനെ നമ്മൾ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു എന്നതിലാണ് കാര്യം. നെഗറ്റീവായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്താതെ നമ്മുടെ മനസ്സിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ മൈൻഡ് സെറ്റിലോട്ട് കൂടുതൽ പോസിറ്റീവായ കാര്യങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക. കൂടുതൽ പോസിറ്റീവായിട്ടുള്ള ഹാബിറ്റ്സ് ബിൽഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇത്തരത്തിൽ നമുക്ക് ഈ സെൽഫ് സാബോട്ടാജിനെ നേരിടാൻ സാധിക്കും. അടുത്തത് ദി ലോ ഓഫ് നാർസിസിസം ആണ്. നാർസിസിസ്റ്റിക് ആയിട്ടുള്ള ആളുകൾ നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് അധികമുണ്ട്. അതായത് അവരെ മാത്രം ഫോക്കസ് ചെയ്യുകയും അവരുടെ മനസ്സിൽ അവർ മാത്രമാണ് പെർഫെക്റ്റ്, മറ്റുള്ളവരെല്ലാം തന്നെ മോശം ആയിട്ടുള്ള ആളുകളാണ് എന്ന രീതിയിൽ സ്വയം ഒരുപാടധികം കാര്യങ്ങൾ ഞാൻ അങ്ങനെയാണ്, ഞാൻ ഇങ്ങനെയാണ്, ഞാൻ അതാണ്, ഇതാണ്, മറ്റതാണ്, മറിച്ചതാണ് എന്നൊക്കെ എപ്പോഴും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നതാണ്. ഇത്തരത്തിലുള്ള ആളുകൾ സംസാരിക്കുമ്പോൾ നമുക്ക് തന്നെ വളരെയധികം നെഗറ്റീവായിട്ട് ഫീൽ ചെയ്യാം. കാരണം അവർ എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് അവരെ പറ്റി മാത്രമായിരിക്കും. മറ്റുള്ളവരൊക്കെ മോശമാണ് എന്ന കാഴ്ചപ്പാടിലായിരിക്കും അവരെ തന്നെ പ്രസൻറ്റ് ചെയ്യുന്നത്. അവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും എടുത്തെടുത്ത് പറഞ്ഞ് മറ്റുള്ളവരെ വെറുപ്പിക്കുന്ന രീതിയിലുള്ള കോൺവെർസേഷൻസ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിലൂടെ ആളുകളുടെ കൂടുതൽ വെറുപ്പ് സമ്പാദിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത്തരത്തിലുള്ള ആളുകൾ. ഓത്തറിൻ്റെ അഭിപ്രായത്തിൽ 4 തരത്തിലുള്ള നാർസിസിസ്റ്റ് ഉണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. ആദ്യത്തേത് കംപ്ലീറ്റ് കൺട്രോൾ നാർസിസിസ്റ്റ്. അതായത് ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളെയും തൻ്റെ കൺട്രോളിൽ കൊണ്ടുവരിക, ഇതെല്ലാം എൻ്റെ കൺട്രോളിലാണ് എന്ന് കരുതി ജീവിക്കുന്ന ആളുകളാണ് കംപ്ലീറ്റ് കൺട്രോൾ നാർസിസിസ്റ്റ്. അത് എത്ര ചെറിയ കാര്യമാണെങ്കിൽ പോലും അത് താൻ അറിയാതെ ഒരു ഇല പോലും അനങ്ങില്ല എന്ന കാഴ്ചപ്പാടായിരിക്കും ഇവർ വെച്ച് പുലർത്തുന്നത്. ഉദാഹരണത്തിന് അഡോൾഫ് ഹിറ്റ്ലർ, അതുപോലെ നോർത്ത് കൊറിയൻ പ്രസിഡന്റ് ആയിട്ടുള്ള കിം ജോങ് ഉൻ ഒക്കെ കംപ്ലീറ്റ് കൺട്രോൾ നാർസിസിസ്റ്റ് ആണ്. രണ്ടാമത്തേത് തെററ്റിക്കൽ നാർസിസിസ്റ്റ്. അതായത് മറ്റുള്ളവരുടെ അറ്റൻഷൻ സീക്ക് ചെയ്ത് അത് ഗ്രാബ് ചെയ്യാൻ വേണ്ടി ഏതറ്റം വരെയും പോകുന്ന ആൾക്കാരാണ് തെററ്റിക്കൽ നാർസിസിസ്റ്റ്. മൂന്നാമത്തേത് മ്യൂച്വൽ നാർസിസിസ്റ്റ്. ചില സുഹൃത്തുക്കൾ അല്ലെങ്കിൽ ദമ്പതികളൊക്കെ ഇത്തരത്തിൽ പരസ്പരം പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയും ഒരാൾ മറ്റൊരാളെ അല്ലെങ്കിൽ അവർ സ്വയമൊക്കെ പുകഴ്ത്തിക്കൊണ്ടേയിരിക്കുന്നത് കാണാം. ഇത്തരത്തിലുള്ള സുഹൃത്തുക്കളും ദമ്പതികളും ഒക്കെ നമ്മുടെ ചുറ്റുപാട് നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. നാലാമത്തേത് ഹെൽത്തി നാർസിസിസ്റ്റ്. തൻ്റെ കഴിവുകളെപ്പറ്റി കൃത്യമായ അവബോധമുണ്ടാവുകയും എന്നാൽ അത് സമൂഹത്തിൽ എങ്ങനെയൊക്കെ വിനിയോഗിക്കാമെന്നും അതിലൂടെ മറ്റുള്ളവരെ എങ്ങനെയൊക്കെ ഉയർത്തിക്കൊണ്ടുവരാമെന്നും മറ്റുള്ളവരെ കൂടി മനസ്സിലാക്കുന്ന ഒരു സഹാനുഭൂതി ഉള്ള ആളുകളായിരിക്കും ഹെൽത്തി നാർസിസിസ്റ്റ്. ഇത്തരത്തിൽ ഹെൽത്തി ആയിട്ടുള്ള നാർസിസിസം ഉള്ള ആളുകളെ സമൂഹം ഒരുപാടധികം ഇഷ്ടപ്പെടും. നമ്മൾ ആളുകളുമായി ഇൻറ്ററാക്ട് ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിൽ ഹെൽത്തി നാർസിസിസ്റ്റ് ആയിട്ടുള്ള ആളുകളെ കൂടുതൽ ആളുകൾക്ക് ഇഷ്ടപ്പെടും. അവർ കൂടുതൽ ഡിസൈറബിൾ ആയിട്ട് മറ്റുള്ളവർക്ക് തോന്നും. റോബർട്ട് ഗ്രീൻ എഴുതിയിട്ടുള്ള ദി ലോസ് ഓഫ് ഹ്യൂമൻ നേച്ചർ എന്ന പുസ്തകത്തിലെ വളരെ പ്രധാനപ്പെട്ട ലോസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. തീർച്ചയായിട്ടും വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുള്ള റിയൽ ലൈഫിൽ ആപ്ലിക്കബിൾ ആയിട്ടുള്ള ലോസ് തന്നെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. നമ്മുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള ഹ്യൂമൻ നേച്ചറിൻ്റെ വ്യത്യാസങ്ങളെയും അതിൻ്റെ സവിശേഷതകളെയും കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് ഇത്തരം ലോസ് ഒക്കെ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ ആപ്ലിക്കബിൾ ആകുന്ന രീതിയിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക.